സൃഷ്ടി ഡിസൈൻസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്കത് വളരെയേറെ പ്രയോജനപ്പെടും. നിങ്ങളുടെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുന്ന രീതിയിൽ ടിപ്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ടിപ്പ് നമ്പർ 1. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ തുണികളും കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഇപ്പോൾ ക്ലോത്തിലാണെങ്കിലും ഇല്ല ടേബിളിൻ്റെ മേലെ ആണെങ്കിലും ചില തുണികളിലൊക്കെ നമ്മളിങ്ങനെ വെച്ച് കട്ട് ചെയ്തിട്ട് നോക്കുമ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ചെറിയ ചെറിയ കുഞ്ഞ് കഷ്ണങ്ങളിങ്ങനെ ഒട്ടിയിരിക്കും. അതെത്ര നമ്മൾ മാറ്റിയാലും കുടഞ്ഞു വിരിച്ചാലും ഒന്നും പോകത്തില്ല. നമുക്കതായിരിക്കും ഏറ്റവും വലിയ ടാസ്ക് വൃത്തിയാക്കുന്നതിൽ, അല്ലേ? അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് വൃത്തിയാക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു സെലോ ടേപ്പ് എടുക്കുക. സെലോ ടേപ്പ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ടേപ്പ്, ഇൻസുലേഷൻ ടേപ്പോ ഏതോ ആയിക്കോട്ടെ, ചെറുതാണെങ്കിലും പ്രശ്നമില്ല. അതിങ്ങനെ എടുത്തതിന് ശേഷം കുറച്ച് പോർഷൻ ഇങ്ങനെ നമ്മൾ വലിച്ചിട്ട് കുറച്ച് ഭാഗം പുറത്തേക്കായിട്ടിങ്ങനെ മടക്കി അകത്തേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഗമ്മുള്ള പോർഷൻ പുറത്ത് വന്നു. ഇനി ഇത് നേരെ നമ്മളിതിൻ്റെ മേലെ വെച്ചിട്ട് കണ്ടില്ലേ, ഇതുപോലെ നല്ല രീതിയിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് വൃത്തിയായി കിട്ടിയത്. കണ്ടോ, ഒരുപാട് നൂലുകൾ നമുക്കതിൽ കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ വൃത്തിയാക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇതെന്ന് പറയുന്നത്. ടിപ്പ് നമ്പർ 2. അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, നമുക്ക് ഒരുപാട് ക്രോസ് പീസസ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി ഇപ്പോൾ ഒരു തുണിയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്ന രീതി എന്ന് പറയുമ്പോൾ, അപ്പോൾ ഒരു സ്കെയിലോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളിങ്ങനെ അളന്നെടുത്തതിന് ശേഷം നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് വരച്ചായിരിക്കും കട്ട് ചെയ്യുന്നതല്ലേ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ മാറിപ്പോവാനും ചാൻസ് ഉണ്ട്. അതായത് ഇച്ചിരി ഒരുപാട് ടൈം എടുക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക് ആയിരിക്കും കറക്റ്റായിട്ട് മുറിച്ചെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് മുറിച്ചെടുക്കാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ഒരു സ്കെയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാർഡ്ബോർഡിൻ്റെ പീസോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ക്രോസ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ട് തന്നെ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് നമ്മൾ ആവശ്യത്തിന് അളവ്, നമുക്ക് എത്ര അളവിനാണോ വീതി വേണ്ടത് അതിനനുസരിച്ച് ഫുള്ളായിട്ട് നമ്മളിതിങ്ങനെ വരച്ചു കൊടുക്കുക. വരച്ചു കൊടുത്തതിന് ശേഷം ആ സ്കെയിലിനെ പതിയെ നമ്മൾ എടുത്ത് മാറ്റുക. നമുക്കിതിങ്ങനെ പൊക്കി എടുത്തിട്ട് ആ സ്കെയിലിനെ നമുക്കിങ്ങനെ എടുത്ത് മാറ്റാൻ പറ്റും. ഒരുപാട് ടൈറ്റായിട്ട് വെക്കണ്ട, ചെറിയൊരു ലൂസിൽ വെച്ച് കൊടുത്താൽ മതി. അതിന് ശേഷം നമ്മളിത് കറക്റ്റ് ചെയ്ത് വെച്ച് വീണ്ടും ആ ഒരു ഭാഗം അത്രയും കട്ട് ചെയ്ത് കണ്ടില്ലേ, ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെർഫെക്റ്റായിട്ടുള്ള ക്രോസ് പീസസ് നമുക്ക് കിട്ടും കേട്ടോ. കണ്ടോ, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്ന അടിപൊളി ഒരു ടിപ്പാണിത്. അപ്പോൾ കണ്ടില്ലേ, ഇത്ര നല്ല ലെങ്ത്തിൽ നമുക്ക് ഒരേ അളവിന് തന്നെ എല്ലാ പീസസും കിട്ടും. അപ്പോൾ കണ്ടില്ലേ, കുറച്ച് അധികം പീസസ് നമുക്ക് വേണമെങ്കിൽ നമുക്കിങ്ങനെ ട്രൈ ചെയ്യാം. അപ്പോൾ നല്ല നീളത്തിനുള്ള പീസസ് നമുക്ക് കിട്ടുകയും ചെയ്യും, ഒരുപോലെയുള്ളത് കിട്ടും. ഒരുപാട് മുറിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് മുറിച്ചെടുക്കാൻ സാധിക്കും. ടിപ്പ് നമ്പർ 3. അടുത്ത ടിപ്പ് എന്ന് പറയുമ്പോൾ, നമ്മളിപ്പോൾ ക്രോസ് പീസോ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് പീസോ ഏത് പീസോ ആയിട്ട് നമുക്ക് അയൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ? അതായത് ഇങ്ങനത്തെ ചെറിയ പീസസ് അയൺ ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളിപ്പോൾ ഇതുപോലുള്ള ഒരു ബോൾ പിൻ എടുക്കുക. ബോൾ പിൻ എടുത്തിട്ട് കണ്ടില്ലേ, ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയിട്ട് ഒരു കുറച്ച് ഗ്യാപ്പ് ഇട്ട് 2 ബോൾ പിൻ ഒന്ന് പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക. ഇതിനകത്തേക്ക് ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ അയൺ ബോക്സ് എടുത്ത് ആ ഒരു സെൻറ്റർ പോർഷനിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. കറക്റ്റ് ചെയ്ത് ഒന്ന് അങ്ങനെ വെച്ചിട്ട് നമുക്കിനി വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മാത്രം മതിയായിരിക്കും. ഈസി ആയിട്ട് അയൺ ചെയ്ത് കിട്ടും. വളരെ പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. നമുക്കിങ്ങനെ പീസസ് അയൺ ചെയ്യാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗ്ഗമായിരിക്കും ഇത്. കണ്ടില്ലേ, വളരെ പെർഫെക്റ്റായിട്ട് തന്നെ ഒറ്റ സ്റ്റെപ്പിന് നമുക്ക് അയൺ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ടിപ്പ് നമ്പർ 4. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ മുത്തൊക്കെ കോർക്കുന്ന ടൈമിൽ കുറച്ച് നിങ്ങൾക്ക് പാടായിരിക്കും, അല്ലേ? അതായത് ഓരോരോ മുത്തായിട്ട് എടുത്ത് നമ്മളിങ്ങനെ കോർത്തെടുക്കേണ്ടി വരും. അത് കുറച്ച് പാടുള്ള പണി തന്നെ ആയിരിക്കും, അല്ലേ? അപ്പോൾ അതിന് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ബീഡ്സ് കോർക്കുന്ന ടൈമിൽ നമ്മുടെ ഒരു വിരലിന്മേൽ ഇതുപോലുള്ള ഒരു സെലോ ടേപ്പ്, ചെറിയ സെലോ ടേപ്പ് ആയാലും പ്രശ്നമില്ല, ഇൻസുലേഷൻ ടേപ്പ് ഏതും ആയിക്കോട്ടെ, ഒരു ടേപ്പ് ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം. ഒട്ടിച്ചിട്ട് അത് നേരെ തിരിച്ചിങ്ങോട്ട് വെക്കാം. അതായത്
ഇങ്ങനെ തിരിച്ച് അതിലേക്ക് തന്നെ ഒട്ടിക്കുക. അപ്പം ഗമ്മുണ്ട് മേളിലായിരിക്കും വന്നിരിക്കുന്നത്. ബാക്കി എക്സ്ട്രാ വന്നതിന് നമ്മളൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ മുത്തുകൾ വേഗത്തിൽ തന്നെ നമുക്ക് ഇതിലേക്ക് വരുന്നതായിരിക്കും. ഇതിനകത്തുനിന്ന് ഈസി ആയിട്ട് നമുക്ക് ഓരോ മുത്തുകളും സൂചിയിലേക്ക് വേഗം തന്നെ കോർത്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. ടിപ്പ് നമ്പർ 5. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഗ്ലാസ് കവർ വെച്ചിട്ട് ചെയ്യുന്നതാണ്. അതായത് നെക്ക് നമ്മൾ ക്രോസ് പീസ് വെച്ച് തയ്ക്കുമ്പോഴും കയ്യിൽ പീസ് വെച്ച് തയ്ക്കുമ്പോഴും ഒക്കെ നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഗ്ലാസ് കവർ എന്ന് പറയുന്നത് കുറച്ച് കട്ടിയുള്ള ഗ്ലാസ് കവറാണ് കേട്ടോ. ഗ്ലാസ് കവർ കട്ടിയുള്ളത് തന്നെ എടുക്കണം. അതായത് നമ്മളിപ്പോൾ ഷർട്ടൊക്കെ റെഡിമെയ്ഡ് ഷർട്ടൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ നമ്മൾ കവർ ചെയ്ത് കിട്ടുന്ന ഒരു കട്ടിയുള്ള കവറില്ലേ, ആ ഒരു കവറാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അതെന്ന് പറയുന്നത് ഞാനിപ്പോൾ നെക്കാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ 1.5 ഇഞ്ച് വീതിയുണ്ട്. അതേ 1.5 ഇഞ്ച് വീതിയിലാണ് നമ്മൾ ഗ്ലാസ് കവർ മുറിച്ചെടുത്തിരിക്കുന്നത്. നീളം വന്നിട്ട് 2 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മേലെ, അതായത് നമ്മുടെ ക്രോസ് പീസിനെ ഇതിൻ്റെ മേലെ വെച്ചതിന് ശേഷം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മടക്കി എടുക്കണം. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടും തിരിച്ചും അതുപോലെ മടക്കി എടുക്കണം. ഇതുപോലെ മടക്കി എടുത്തതിന് ശേഷം ഇതിനെ നടുവിലൂടെ കൂടെ ഒന്ന് 2ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കും. നടുവിലൂടെയും കൂടെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ടേപ്പിൻ്റെ കഷ്ണം, അതായത് നമ്മുടെ സെലോ ടേപ്പോ ഇൻസുലേഷൻ ടേപ്പോ ഏതെങ്കിലും ഒരു ടേപ്പിൻ്റെ കഷ്ണം ഇതിങ്ങനെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കും. ഒട്ടിക്കുമ്പോൾ അധികം ടൈറ്റായിട്ട് ഒട്ടിക്കണ്ട കേട്ടോ. അതായത് നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്തൂടെ ആ ഒരു തുണി ഊരി വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടൈറ്റ് ആവാണ്ട് വെക്കുന്നത്. അതിനുശേഷം പ്രസ് ഫൂട്ടിൻ്റെ നേർക്കായിട്ട് നമ്മൾ ആ ഒരു കുറച്ച് ഗ്യാപ്പിൽ നമ്മൾ വേറൊരു സെലോ ടേപ്പ് കൂടെ എടുത്തിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഞാനിപ്പോൾ നെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നെക്ക് ചെയ്യാനുള്ള ആ ഒരു തുണി നേരെ ഇതിൻ്റെ ആ നടുവിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മാത്രം മതിയാവും. വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ സ്റ്റിച്ച് ചെയ്ത് പോവുക. അതായത് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഒറ്റ സ്റ്റിച്ചിൽ തന്നെ നമുക്ക് നെക്ക് ഫിനിഷിങ്ങിൽ കിട്ടുന്നതായിരിക്കും. കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് തന്നെ ഇതിനകത്തേക്ക് നമ്മൾ ആക്കി കൊടുത്താൽ മാത്രം മതിയാവും. അതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റിച്ച് വരും. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. കണ്ടില്ലേ, നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബിഗിനേഴ്സിന് ഏറ്റവും ഈസി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പായിരിക്കും കേട്ടോ ഇത്. അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ ക്ലാസ്. എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റും കൂടെ ചെയ്യണേ. കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.